വി എസ് എന്നൊരു ആവേശക്കടലായിരുന്നു. ആവേശമായ അന്ത്യ യാത്രയിലും അവസാന യാത്രയിലും നമുക്ക് മുറിയാതെ കാണാൻ കഴിയുന്നു. ആ വൈകാരികമായി ഉറച്ച ശബ്ദത്തോടുകൂടി വി എസിന് അവസാന യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രവർത്തകരുടെ ലക്ഷ്യങ്ങൾ, അതിൽ പ്രായവ്യത്യാസമില്ല, പ്രവർത്തകരുടെ വലുപ്പച്ചെറുപ്പമില്ല, ഓരോരുത്തരും കാത്തിരുന്നുകൊണ്ട് അവർക്ക് വി എസിന്റെ അർഹമായ യാത്രയായിരുന്നു. തിരുവനന്തപുരത്ത് 6 പതിറ്റാണ്ടിന് മുൻപ് വി എസ് തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം കഴിഞ്ഞ 6 പതിറ്റാണ്ടിലധികവും തിരുവനന്തപുരമായിരുന്നു കർമ്മമണ്ഡലം. 2020 ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച ശേഷം ഈ വീട്ടിലായിരുന്നു, വേലിക്കകത്തെ ഈ വീട്ടിലായിരുന്നു പി എസിന്റെ അവസാന കാലം. വി എസിന്റെ ഭൗതിക ശരീരവുമായുള്ള വിലാപയാത്ര AKG സെന്ററിൽ നിന്നിപ്പോൾ മകന്റെ VA അരുൺകുമാറിന്റെ വേലിക്കകത്ത് വീട്ടിലേക്ക്, വാട്ടർഫീൽഡിലെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വഴിനീളെ മുദ്രാവാക്യങ്ങളുമായി ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ AKG സെന്ററിന് മുന്നിൽ ഒരു സമ്മേളന കാലത്തിൽ എന്നതുപോലെ ആ പ്രവർത്തകരാകെ മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു. മുതിർന്ന നേതാക്കളടക്കം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേതാക്കളടക്കം, മുതിർന്ന നേതാക്കളടക്കം അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ. വരിവരിയായി നീണ്ട നിരയായി അങ്ങനെ കിലോമീറ്ററുകൾ നീണ്ട ആ മനുഷ്യ സഞ്ചയത്തെ നിയന്ത്രിച്ചും മുദ്രാവാക്യം മുഴക്കിയും കാത്തുനിന്ന ജനപ്രതിനിധികളടക്കം നമ്മൾ കണ്ടതാണ്. MLA-മാരെ അടക്കം ആ കൂട്ടത്തിൽ ഒരാളായി അവരെല്ലാവരും മാറുകയായിരുന്നു. കാരണം അതായിരുന്നു വി എസിൻ്റെ ഊർജം, വി എസ് പ്രസരിപ്പിച്ച ഊർജം. അത് തലമുറകൾ ഏറ്റുവാങ്ങിയതാണ്. എത്ര മനുഷ്യർക്ക് ആവേശവും ആശ്വാസവുമായ രണ്ടക്ഷരത്തിനപ്പുറത്തേക്ക് ഒരു മനുഷ്യസ്നേഹത്തിൻ്റെ പ്രതിരൂപമായി നിന്ന രാഷ്ട്രീയ മുഖം ഇതാ വിട ചൊല്ലുമ്പോൾ വേലിക്കകത്ത് വീട്ടിലേക്ക് വി എസ് മടങ്ങിയെത്തുന്നു. ഒരു മാസക്കാലമായി ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ ചേതനേറ്റ ശരീരമായി വി എസ് ആ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ പ്രിയ സഖാക്കളൊപ്പം നടന്ന് AKG സെന്ററിൽ നിന്ന് അനുഗമിച്ചിപ്പോൾ മൃതദേഹം വീട്ടിലെത്തിയിരിക്കുകയാണ്. അരുൺ രാജ് ചേരുന്നുണ്ട്. അരുൺ, വീട്ടിൽ ഒരു പൊതുദർശനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അന്തിമോപചാരം അർപ്പിക്കാൻ ഉള്ള ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടാവില്ല എന്നാണ് നേരത്തെ അറിയിച്ചത്. പക്ഷേ AKG സെന്ററിലടക്കം നമ്മൾ കണ്ടതാണ്, നിയന്ത്രണങ്ങളെ നിർദ്ദേശങ്ങളെ ഒക്കെ മറികടക്കുന്ന തരത്തിൽ വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായും ഗോകുൽ, വീട്ടിൽ പൊതുദർശനം ഉണ്ടാകില്ല എന്ന് ആവർത്തിക്കുന്നുണ്ട് പാർട്ടി നേതൃത്വം. പക്ഷേ അതൊന്നുമല്ല, പാർട്ടി പ്രവർത്തകരടക്കം വലിയ ജനസമൂഹം വേലിക്കകത്ത് ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. ആംബുലൻസിൽ നിന്ന് മൃതദേഹം, ആ ഭൗതിക ശരീരം ഇറക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു ആദ്യം. ഇപ്പോൾ അവസാനമായി ചേതനയേറ്റ ശരീരമായി വി എസ് എത്തുകയാണ്. പുറത്ത് പാർട്ടി പ്രവർത്തകർ ആവർത്തിച്ച് നെഞ്ചൊട്ടുമാറുയരത്തിൽ, തൊണ്ടപൊട്ടുമാറുയരത്തിൽ ആവർത്തിക്കുന്നുണ്ട്, തങ്ങളുടെ വി എസ് ില്ല ആ ആശയം ഞങ്ങളിൽ എന്നും തുടർന്ന് തന്നെ ഉണ്ടാകുമെന്ന്. പക്ഷേ ഇതൊന്നും കേൾക്കാൻ ഇന്ന് വി എസ് ഇല്ല. വി എസ് എന്ന ആശയം ബാക്കി വെച്ചിട്ട് വി എസ് മടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ആ യാഥാർത്ഥ്യം ഇപ്പോഴും പാർട്ടി പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം ഇന്നലെ വരെ ഈ വീട്ടിൽ ഉണ്ടായിരുന്ന വി എസ്, ഈ പാർട്ടി പ്രവർത്തകരുടെ ആവേശമായിരുന്ന വി എസ്, CPIM-ന്റെ എക്കാലത്തെയും ക്രൗഡ് പുള്ളറായിരുന്ന വി എസ്, ആ വി എസ് ഇല്ലെന്ന് വിശ്വസിക്കാൻ ഇവർക്കാർക്കും കഴിയുന്നില്ല. എന്തായാലും വീട്ടിൽ ഇന്ന് രാത്രി മുഴുവൻ വീട്ടിലായിരിക്കും ഭൗതിക ശരീരം വെച്ചിരിക്കുക. നാളെ രാവിലെ 9 മണിക്കാണ് ദർബാർ ഹാളിലേക്ക് മാറ്റുന്നത്. വി എസിനെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക്, പാർട്ടി പ്രവർത്തകർക്കിടയിലേക്ക് എക്കാലവും ഇറങ്ങിച്ചെന്നുകൊണ്ട് അത് ഏത് സിസ്റ്റത്തിനെതിരെയായാലും തുറന്ന് സംസാരിക്കാൻ എന്നും മനസ്സ് കാണിച്ച വ്യക്തിയാണ് വി എസ്. അതിന് അദ്ദേഹം പാർട്ടിയുടെ ഒരു ഘട്ടത്തിലും നോക്കിയിട്ടില്ല. തന്റെ നിലപാടുകളെ എക്കാലവും അദ്ദേഹം കൃത്യമായി തന്നെ തുറന്ന് പറയുക തന്നെ ചെയ്തിട്ടുണ്ട്. നിലപാട് കൊണ്ട് തന്നെ വ്യത്യസ്തനായിക്കൊണ്ട് പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന നേതാവാണ്. 98-ന് ശേഷമുള്ള വി എസിനെ നമ്മൾ കണ്ടതാണ്. സ്ത്രീപക്ഷ പരിസ്ഥിതി ചിന്താഗതിയിലേക്ക് മാറിയ വി എസ് പിന്നീട് കൂടുതൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അക്കാലം അത്രയും ജനം ഏറ്റുവിളിച്ചതും ജനമൊപ്പം നടന്നതും വി എസ് കൂടുതൽ കരുത്തനായിക്കൊണ്ടേയിരുന്നു. പാർട്ടി പലപ്പോഴും വി എസിന് സീറ്റ് നിഷേധിച്ച ഘട്ടത്തിലടക്കം പാർട്ടി കേഡറുകളെ പോലും ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങി വി എസിനായി ശബ്ദമുയർത്തിയതും നമ്മൾ കണ്ടതാണ്. ഒരു CPM പോലൊരു സംവിധാനത്തിൽ, ഒരു കേഡർ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനത്തിന് അതിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് വി എസിനായി ജനം തെരുവിലിറങ്ങിയപ്പോൾ ഒടുവിൽ പാർട്ടി നേതൃത്വത്തിന് പോലും വഴങ്ങേണ്ട കാഴ്ചയാണ് നമ്മൾ പലകുറി കണ്ടത്. ഇപ്പോൾ ഈ വീട്ടിന് മുന്നിൽ വന്ന്
ഈ പാർട്ടി പ്രവർത്തകർ ആവർത്തിച്ചാവർത്തിച്ച് വിളിക്കുന്നുണ്ട് വി എസിന് വേണ്ടി വിളിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അതൊന്നും കേൾക്കാൻ അദ്ദേഹമില്ല. അദ്ദേഹം പകർന്നു നൽകിയ, അദ്ദേഹം ബാക്കി വെച്ചിട്ട് പോയ 1000 ആശയങ്ങൾ മാത്രമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. അത് പാർട്ടി പ്രവർത്തകർ പറയുന്നുണ്ട് ഓരോ ഘട്ടത്തിലും. കാരണം ഈ വി എസ് എന്ന ആശയം തങ്ങളിൽ അവസാനിക്കില്ല, വി എസ് എന്ന ആദർശം തങ്ങളിൽ അവസാനിക്കില്ല, വി എസ് എന്ന വ്യക്തിത്വമുള്ള നിലപാട് അവസാനിക്കില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു കാണിച്ച വ്യക്തിയാണ് വി എസ്. കാരണം പഠിപ്പ് നിർത്തേണ്ടി വന്ന് ജീവിത പ്രയാസങ്ങളോട് പൊരുതി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തി കേരളത്തിലെ തെക്കൻ തിരുവിതാംകൂറിൽ ജന്മിവാഴ്ചക്കെതിരെ പോരാട്ടത്തിന്റെ കരുത്തുമായി അത് വയലാറിലെ വാരിക്കുന്നമായി ഉന്നതയിൽ ശക്തനായ നേതാവായി ഉയർന്നു വന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പദത്തിലേക്ക് അടക്കമെത്തിയപ്പോഴും അദ്ദേഹം ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കാഴ്ചയാണ്, കൂടുതൽ കരുത്തനാകുന്ന കാഴ്ചയാണ് നമ്മളെക്കാലവും കണ്ടത്. ഈ ദൃശ്യങ്ങൾ, ഈ ജനങ്ങളുടെ ദൃശ്യങ്ങൾ, ഈ പാർട്ടി പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ അദ്ദേഹം അവർക്കൊക്കെ ആരായിരുന്നു, കേരളത്തിനാരായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു നേർചിത്രം കൂടിയാകുന്നുണ്ട്. സമയം 12 മണിയോടടുക്കുന്നു. പക്ഷേ ജനം പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. കാരണം അവർക്കെല്ലാം വാശിയും ആവേശവുമാണ് എക്കാലവും വി എസ് എന്നുള്ളതാണ്.